രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. ക്ഷേത്ര നടയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തത്. എടുത്തു നോക്കിയപ്പോൾ അമ്മയാണ്. അമ്മേ, നിങ്ങൾ അമ്പലത്തിലെത്തിയോ മോനെ? എത്തി. എന്താണമ്മേ? ഉള്ളിൽ കയറിയോ? നടയുടെ മുൻപിലാണ്, കയറാൻ തുടങ്ങുന്നു. മോനെ, ദക്ഷമോളുടെ അമ്മമ്മ മരിച്ചതല്ലേ? അവൾക്ക് പുലയുണ്ട്. ആ കാര്യം മറന്നു. അമ്മ പറഞ്ഞതും രുദ്രൻ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തത്. ദക്ഷയപ്പോൾ അകത്തേക്ക് കയറാൻ തുടങ്ങുവാണ്. ദക്ഷ. രുദ്രൻ ഇത്തിരി ശബ്ദമുയർത്തി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ഇങ്ങി വരൂ. അവൻ കൈ കാണിച്ചതും ദക്ഷ തിരിച്ചിറങ്ങി വന്നു. നിനക്ക് അമ്മമ്മ മരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റില്ലല്ലോ, ദോഷമല്ലേ? നാരായണ, ഞാനത് മറന്നുല്ലോ. അവൾ നെറുകയിൽ കൈ ചേർത്ത് വെച്ചു. നിനക്ക് ഇത്ര ബോധമില്ലായിരുന്നോടി? അവന് ദേഷ്യമായി. തിരിച്ച് നടയിൽ നിന്നിറങ്ങിയപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം വന്നു. കരച്ചിൽ വരുന്നുണ്ട്. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയിട്ട് ദക്ഷ രുദ്രൻ്റെ പിന്നാലെ നടന്നു. ആരും ഓർത്തില്ലല്ലോ, കഷ്ടം. അവൾ ആരോടെന്നല്ലാതെ പറഞ്ഞു. നീ മതിമറന്നല്ലേ നടക്കുന്നത്, അപ്പം പിന്നെ ഇങ്ങനെ വരൂ. എന്നാലും രുദ്രേട്ട, കഷ്ടായില്ലോ. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാ, അതാ ഏറെ സങ്കടം. ദേവി എന്നും അവിടെ തന്നെയുണ്ട്. നീ ഇത്രയ്ക്ക് ദണ്ണപ്പെടേണ്ട കാര്യമില്ല. ശോ, കഷ്ടം. വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മിയമ്മയും പത്മാവതിയും അവളെ സമാധാനിപ്പിച്ചു. ഓണത്തിന് ഇനിയും 10-12 ദിവസം കൂടിയുണ്ട്. അതുകൊണ്ട് ചെറിയച്ഛനും ചെറിയമ്മയും മടങ്ങിപ്പോവാണ്. അവർക്ക് മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾ വന്നു. തൊടിയിൽ നിന്നും പച്ചക്കറികളും നാളികേരവും ഒക്കെ ശേഖരിച്ചത് എടുത്ത് വണ്ടിയിൽ വയ്ക്കുവാണ് ലക്ഷ്മിയമ്മയും ചെറിയമ്മയും കൂടി. ദക്ഷയും പെട്ടെന്ന് ചെന്നിട്ട് അവരെ സഹായിച്ചു. 10 മണിയായപ്പോഴേക്കും അവർ ഇരുവരും യാത്ര പറഞ്ഞു പോയി. അമ്മമ്മയ്ക്കാണെങ്കിൽ കാലിന് പിന്നെയും വേദന വന്നു. ഹോസ്പിറ്റലിൽ പോയി കാണിക്കാമെന്ന് പറഞ്ഞ് രുദ്രൻ രാജേട്ടനെ വിളിച്ചു. അമ്മമ്മയാണെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ മാത്രമേ പോകൂ. വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളുമില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ കാലുവേദനയും കൈവേദനയും ഒക്കെ വരും. ആയുർവേദത്തിൽ പോയി ഇത്തിരി തൈലവും കുഴമ്പും ഒക്കെ തേച്ചു കുളിച്ചാൽ അമ്മമ്മ ഓക്കെ ആകും. അങ്ങനെ ലക്ഷ്മി അമ്മയെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. രുദ്രനും അവരുടെ കൂടെ പോകാൻ തുടങ്ങി. പക്ഷേ ദക്ഷ ഇവിടെ ഒറ്റയ്ക്കല്ലേന്ന് പറഞ്ഞ് ലക്ഷ്മി അവനെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോയത്. ഉച്ചത്തേക്കുള്ള ഊണൊക്കെ തയ്യാറാക്കണമായിരുന്നു. ചെറിയമ്മയ്ക്ക് പെട്ടെന്ന് പോകുവാൻ തീരുമാനിച്ചതുകൊണ്ട് അമ്മ അവർക്ക് കൊടുത്തയക്കാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലും, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ദക്ഷ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങി വന്നപ്പോൾ രുദ്രൻ അവൻ്റെ മുണ്ടഴിച്ചു മാറ്റിയിട്ട് ഒരു 3/4 എടുത്തിട്ടു. നിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ എവിടെയാണ് കൊടുക്കേണ്ടത്? അമ്മയോട് ചോദിച്ചോ? അമ്മ വന്നിട്ട് പോകാം. ദക്ഷ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതും രുദ്രൻ ഒന്നുകൂടി അവളെ വിളിച്ചു. ഡി, നിനക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? എന്ത്? അല്ല, ഈ ജോലിയൊക്കെ. പെട്ടെന്ന് ദക്ഷ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു. അതേ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഈ വീട്ടിലെ വേലക്കാരിയാണ് ഞാനെന്ന്? ഇവിടെ നേരത്തെ ജോലിക്ക് നിന്ന സരസ്വേട്ടത്തെ പറഞ്ഞു വിട്ടതും നിങ്ങളല്ലേ? എന്നിട്ടിപ്പോൾ ഒലിപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നു. കൊള്ളാം കേട്ടോ, ഞാനൊന്നും മറന്നിട്ടില്ല. സരസ്വേട്ടത്തെ വിളിക്കണോ? യോ, വേണ്ടായേ, ഔദാര്യം വേണ്ട. അവൾ കൈ കൂപ്പി കാണിച്ചു. ആ പിന്നെ വല്യമ്മ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി വന്നേക്കണം. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ദക്ഷ സ്റ്റെപ്പിറങ്ങി താഴേക്ക് പോയി. അടുക്കളയിലെത്തിയ ശേഷം ദക്ഷ ചോറും കറികളുമൊക്കെ വയ്ക്കാനായി തുടങ്ങി. മത്തൻ എരിശ്ശേരിയും പച്ചക്കായ ഉപ്പേരിയും കൂർക്ക മെഴുക്കുപുരട്ടിയും പപ്പടവും കണ്ണിമാങ്ങ അച്ചാറും. അവളാണെങ്കിൽ എല്ലാം വേഗത്തിലുണ്ടാക്കി. 1 മണിക്കൂറിനുള്ളിൽ കറികളൊക്കെ ആക്കിയ ശേഷം ദക്ഷ രുദ്രനെ വിളിക്കാനായി പോയി. രുദ്രേട്ട, ഊണ് കഴിക്കാൻ വരൂ. നീ ഇത്ര വേഗം എല്ലാം റെഡിയാക്കിയോ? വരൂ, കഴിക്കാം. സമയം അപ്പോൾ 12:30 കഴിഞ്ഞതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞു മതിയെന്ന് രുദ്രൻ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ദക്ഷ തറയിലേക്ക് കിടന്നു. ഡി, ഇങ്ങോട്ട് പോരെ, ഇവിടെ കിടന്നു. രുദ്രൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. കുഴപ്പമില്ലേട്ടാ, ഞാൻ ഇവിടെ കിടന്നോളാം. അവൾ മിഴികൾ ഇറുക്കി അടച്ചു. ഡി, ഇവിടെ കയറി കിടക്ക് ദക്ഷ. രുദ്രൻ 2-3 തവണ കൂടി വിളിച്ചെങ്കിലും ദക്ഷ അനങ്ങിയില്ല.
ഈ പെണ്ണ്, ഡി, നിന്നോട് പറയുന്ന കേട്ടുകൂടെ? രുദ്രൻ അവളെ പിടിച്ചുയർത്താൻ തുടങ്ങിയതും ദക്ഷ ചാടി എഴുന്നേറ്റു. ഇവിടെ കിടക്ക്. കുറച്ച് നിമിഷത്തേക്ക് ദക്ഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നുന്നു പറയുകയും അവൾ പിന്നോട്ട് മറിഞ്ഞു വീഴാൻ തുടങ്ങി. രുദ്രൻ ഇടംകൈ കൊണ്ട് അവളെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ദക്ഷ നിലത്തേക്ക് വീണു പോകുമായിരുന്നു. ദക്ഷ! അവൻ ഒരു പ്രകാരത്തിൽ അവളെ ബെഡിലേക്ക് കിടത്തി. അവളുടെ ദേഹമൊക്കെ തണുത്തു. ദക്ഷ! അവൻ അവളുടെ കവിളിൽ പിടിച്ചൊലിച്ചു. അവൾ കണ്ണു തുറക്കാതെ വന്നതും വാഷ്റൂമിലേക്ക് ഓടിപ്പോയി ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ദക്ഷയുടെ മുഖത്തേക്ക് തളിച്ചു. പതിയെ അവൾ കണ്ണ് ചിമ്മി. എഴുന്നേക്കാൻ തുടങ്ങിയതും രുദ്രൻ അവളെ തടഞ്ഞു. എന്തുപറ്റി? പെട്ടെന്ന് നിനക്ക് തല ചുറ്റിയത്? അറിയില്ലേട്ടാ, എന്തോ ക്ഷീണം പോലെ. നീ പെട്ടെന്ന് റെഡിയാവാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ രാജേട്ടനെ ഒന്ന് വിളിക്കട്ടെ. രുദ്രൻ ഫോൺ എടുക്കാൻ തുടങ്ങിയതും ദക്ഷ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ചില മാസങ്ങളിൽ എനിക്കിങ്ങനെ ഉണ്ടാവാറുണ്ട്. ബ്ലഡ് കുറവായതുകൊണ്ടാണ്. പെട്ടെന്ന് അവനൊന്നും മനസ്സിലായില്ല. പീരിയഡ്സ്. കുനിഞ്ഞ മുഖത്തോടെ അവൾ പറഞ്ഞു. ഓ. രുദ്രൻ തലകുലുക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? കുറച്ച് സമയത്തേക്ക് പെയിനൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് മാറും. നിനക്ക് പീരിയഡ്സ് ആയോ? ഇല്ല, 2-3 ദിവസത്തിനുള്ളിലാകും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തലചുറ്റൽ വരും. നീ സ്കൂളിൽ പോകുമ്പോഴാണ് ഇങ്ങനെ തലകറങ്ങി വീഴുന്നതെങ്കിൽ എന്തു ചെയ്യും? എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ മാത്രം. നീ റെഡിയാവും, നമുക്ക് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വരാം. വേണ്ടേട്ടാ, കുഴപ്പമില്ല, മാറൂന്നേ. തന്നെയല്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ആരും കാണില്ല. ശരി, ഒരു കാര്യം ചെയ്യാം. നാളെ വൈകുന്നേരം നീ സ്കൂളിൽ നിന്ന് ഇറങ്ങി നിന്നാൽ മതി. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. കുഴപ്പമില്ലെന്നേ. ഡി, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നിന്റെ കണ്ണൊക്കെ കുഴിഞ്ഞു, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. നാളെ തന്നെ പോണം. ഓ, അത്രയ്ക്ക് സ്നേഹമുണ്ടോ? കുറുമ്പോടെ അവൾ രുദ്രനെ നോക്കി. നിനക്ക് എന്ത് തോന്നുന്നു? അവൻ തിരിച്ചു ചോദിച്ചു. എനിക്കെന്ത് തോന്നാന്? ഒരാളുടെ മനസ്സ് വായിക്കാനൊന്നും ദക്ഷയ്ക്കറിയില്ല. നിനക്കറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളെ ഇടംകൈയാൽ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്തു. അന്ന് ആദ്യമായി രുദ്രൻ്റെ മുഖത്ത് അവൾ മറ്റൊരു ഭാവം കണ്ടു. അവൻ്റെ കണ്ണുകളിൽ ഒളിഞ്ഞ കുസൃതി. നിനക്കറിയില്ലേടി? അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇല്ല. എങ്കിൽ ഞാൻ അറിയിച്ചു തരട്ടെ? ചോദിക്കുകയും രുദ്രൻ അവളെ അല്പം കൂടി തന്നിലേക്ക് അമർത്തി. രുദ്രൻ്റെ മിഴികളിലേക്ക് നോക്കിയപ്പോൾ ദക്ഷയ്ക്കും ആകെ കൂടി ഒരു വല്ലാഴിക പോലെ. അറിയിച്ചു തരട്ടേടി? രുദ്രൻ ചെറിയ ചിരിയോടെ ദക്ഷയെ നോക്കി. അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ദക്ഷയ്ക്കാണെങ്കിൽ സങ്കടാണോ സന്തോഷമാണോ എന്ന് അറിയാൻ പറ്റാത്ത ഭാവം. പെട്ടെന്ന് അവളുടെ മിഴികൾ നിറഞ്ഞു. വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്ന് അകന്നു മാറി. പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും രുദ്രൻ അവളെ തടഞ്ഞു. ഡി, ഇപ്പം പോകണ്ട, ഇവിടെ കിടന്നോ. കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. വേണ്ടേട്ടാ, ഞാൻ ഓക്കെയായി. പറയുന്നത് അനുസരിക്ക് ദക്ഷ. നിനക്കിപ്പോൾ തല ചുറ്റിയതല്ലേ? ഓടിപ്പിടിച്ച് താഴേക്ക് ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടോ? അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ ദക്ഷയെ കട്ടിലേക്ക് ഇരുത്തി. കിടന്നോളൂ, ഞാൻ അപ്പുറത്ത് കാണും. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ അവൻ്റെ ബെഡ്റൂമിനോട് ചേർന്നുള്ള തൊട്ടരികിലെ മുറിയിലേക്ക് പോയി. രുദ്രനിലെ മാറ്റം സത്യത്തിൽ ദക്ഷയ്ക്ക് അവിശ്വസനീയം. അല്പമെങ്കിലും പരിഗണന തന്നോട് കാണിക്കുന്നുണ്ടല്ലോ. അവളുടെ മിഴികൾ പിന്നെയും ഈറനണിഞ്ഞു. നെറുകയിലെടുത്തു വെച്ച് ഓമനിക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഇതുപോലെ തനിക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വരുമ്പോൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരാശ്വാസവാക്ക് പറഞ്ഞാലും മതി. അവൾക്ക് സങ്കടം കൊണ്ട് നെഞ്ചു വിങ്ങിപ്പൊട്ടി. എത്രയൊക്കെ തടഞ്ഞു വെച്ചിട്ടും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. കുറച്ചു സമയം ആ കിടപ്പ് കിടന്ന ശേഷം ദക്ഷ എഴുന്നേറ്റു. വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി തിരിച്ചവൾ വന്നപ്പോൾ രുദ്രൻ അപ്പുറത്തെ മുറിയിലിരുന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. കസേരയിൽ ചാരിക്കിടന്നാണ് ആളുടെ ഉറക്കം. ദക്ഷ അവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് തോളി തട്ടി. രുദ്രേട്ട. അവൾ വിളിച്ചതും രുദ്രൻ ചാടി കണ്ണു തുറന്നു. ഊണ് കഴിക്കണ്ടേ? വരൂ.
ആ, ധൃതിയില്ല, പതുക്കെ മതി. നേരെ ഒരുപാടായി, ഏട്ടൻ വരൂന്നേ. ഞാൻ എല്ലാം എടുത്തു വയ്ക്കാം പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും വല്യച്ഛനെത്തി. പിന്നീട് രുദ്രനും വല്യച്ഛനും കൂടി ദക്ഷ ഊണ് വിളമ്പിക്കൊടുത്തു. അവൾ അടുക്കളയിൽ ഇരുന്നാണ് കഴിച്ചത്. വൈകുന്നേരമായി. അമ്മയും പത്മാവതി അമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയപ്പോൾ പത്മാവതിക്കിപ്പോൾ ആശ്വാസമുണ്ട്. വന്ന പാടെ ദക്ഷ കൊടുത്ത ചായ കുടിച്ച് പത്മാവതി അമ്മ കിടക്കാനായി പോയി. ലക്ഷ്മിയമ്മയ്ക്കും ആയുർവേദ ഹോസ്പിറ്റലിലെ മരുന്നുകളുടെയൊക്കെ മണമടിച്ച് നിന്നപ്പോഴേക്കും ആകെ കൂടിയൊരു ക്ഷീണം. മറ്റൊന്നുമല്ല, അവർക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നീട് ഒന്ന് മയങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മയും പോയി. ദക്ഷ ഓരോരോ ജോലികളൊക്കെ ചെയ്തു തീർത്ത് മുറ്റമൊക്കെ അടിച്ചു വാരാനായി ഇറങ്ങി. രുദ്രൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. മുറ്റം അടിച്ചുകൊണ്ട് നിന്നപ്പോൾ പെണ്ണിന് പിന്നെയും തല കറങ്ങി. രുദ്രൻ ഒന്നും നോക്കിയില്ല. ഓടിച്ചെന്നിട്ട് ലക്ഷ്മിയെ വിളിച്ചു. ദക്ഷയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കി. രുദ്രേട്ടാ, നാളെ പോയാൽ പോരെ? അവൾ അവനെ നോക്കി കെഞ്ചി. നീ പെട്ടെന്ന് റെഡിയായാൽ മതി, നമുക്ക് പോയിട്ട് വരാം. സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് 24 അവേഴ്സും ആക്റ്റീവാണ്. മെയിൻ ഡോക്ടേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് നാളെ പോകാം. എനിക്കിങ്ങനെ വരുന്നതാണ്, അതുകൊണ്ടാ. അവൾ എത്രയൊക്കെ പറഞ്ഞെങ്കിലും രുദ്രൻ സമ്മതിച്ചില്ല. രാജേട്ടനെ വിളിച്ചാണ് രുദ്രനും ദക്ഷയും ഹോസ്പിറ്റലിലേക്ക് പോയത്. ലക്ഷ്മിയമ്മ ഒപ്പം വരാമെന്ന് കുറേ പറഞ്ഞു. ദക്ഷ സമ്മതിച്ചില്ല. അമ്മ ഇപ്പം തന്നെ ആകെ മടുത്തു. ഇവിടെ ഇരിക്ക്, കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുക്ക്, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. അങ്ങനെ ഇരുവരും ഹോസ്പിറ്റലിലെത്തി. ഗൈനക്കോളജിസ്റ്റിനെ കാണുവാൻ അധികം നേരമൊന്നും അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടതായി വന്നില്ല. ഡോക്ടർ ദക്ഷയെ വിശദമായി പരിശോധിച്ചു നോക്കി. ശേഷം HB ലെവലൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റിന് കുറിച്ചു. ഇതിനു മുൻപ് എപ്പോഴാണ് ഇതുപോലെ വേദനയും തളർച്ചയും വന്നത്? ഡോക്ടർ ചോദിച്ചു. 6-7 മാസം മുൻപ് ഉണ്ടായിട്ടുണ്ട്, അവൾ പറഞ്ഞു. എങ്കിലൊരു സ്കാനിങ് കൂടി ചെയ്തേക്കാം. ഡോക്ടർ പറഞ്ഞപ്പോൾ ദക്ഷയ്ക്ക് വല്ലാത്ത പേടി. സങ്കടത്തോടെ അവൾ രുദ്രനെ നോക്കി. നീ എന്തിനാ പേടിക്കുന്നേ? രുദ്രൻ ചോദിച്ചതും അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ചികിത്സിച്ചാലല്ലേ അത് മാറൂ. നീ എന്തിനാ പേടിക്കുന്നത്? എനിക്കറിയില്ല, എനിക്കെന്തോ സംഭവിക്കാൻ പോവാണെന്ന് മനസ്സ് പറയുന്നു രുദ്രേട്ട. ഇടേറിയ ശബ്ദത്തിൽ ദക്ഷ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ നെഞ്ചുമിടിച്ചു. നിനക്കെന്ത് സംഭവിക്കാൻ? ചുമ്മാ വേണ്ടാത്ത വർത്താനം പറയല്ലേ. അല്ല, സത്യമാണ് രുദ്രേട്ട. കുറച്ച് ദിവസങ്ങളായിട്ട് മരിച്ചു പോയവരെയൊക്കെ സ്വപ്നം കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, അമ്മമ്മ വന്നിട്ട് കൂടെ കൂടെ വിളിക്കുവാണ്. ഞാൻ പോകാറായും തോന്നുന്നു. അവൾ പറഞ്ഞതും രുദ്രൻ ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി, അത്യന്തം രോഷത്തോടെ. ദക്ഷ, ഒരു സിസ്റ്റർ വന്ന് വിളിച്ചപ്പോൾ ദക്ഷ തിരിഞ്ഞു നോക്കി. സ്കാനിങ് ചെയ്യുവാനായി അവർ പോകാൻ തുടങ്ങുകയാണ്. ഡോക്ടർ വിളിക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് വരുമോ? സിസ്റ്റർ ചോദിച്ചതും ദക്ഷയുടെ നെറ്റി ചുളിഞ്ഞു. പേടിക്കണ്ട, വരൂ, അവർ പറഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ പിന്നാലെ ദക്ഷയും രുദ്രനും ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ദക്ഷയ്ക്ക് പീരിയഡ്സ് ഒരാഴ്ചക്കുള്ളിലാവുമെന്നാണോ പറഞ്ഞത്? അതെ ഡോക്ടർ. ഓക്കെ, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ദക്ഷയ്ക്ക് പീരിയഡ്സ് ആയതിൻ്റെ 5th ഡേ നമുക്ക് സ്കാനിങ് നടത്താം. എന്തായാലും 1-2 ആഴ്ചക്കുള്ളിൽ അറിയാൻ സാധിക്കുമല്ലോ. ശരി ഡോക്ടർ. അവൾ തലകുലുക്കി. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഇതുവരെയായിട്ടും നടന്നിട്ടില്ലേ? ഡോക്ടറുടെ വെട്ടിത്തുറന്നുള്ള ചോദ്യം കേട്ട് ദക്ഷ ഒന്ന് പതറി. അവൾ വാക്കുകൾക്കായി പരതുകയാണ്. ഡോക്ടർ, വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ കൈ ചെറിയൊരു ആക്സിഡൻ്റായി. ഞാൻ സർജറി കഴിഞ്ഞിരിക്കുവാണ്. ഹെൽത്ത് ഓക്കെ ആവാത്തത് കൊണ്ടാണ്. ഞങ്ങൾ തമ്മിൽ ഓ, ഇറ്റ്സ് ഓക്കെ. ചിലർക്ക് അതിനുശേഷം ഈ പെയിൻ മാറിപ്പോകാറുണ്ട്. രുദ്രൻ പറഞ്ഞതും ഡോക്ടർ അവന് മറുപടി കൊടുത്തു. എന്തായാലും സ്കാനിങ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഡോക്ടർ, ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. രുദ്രൻ പറഞ്ഞപ്പോൾ പീരിയഡ്സ് ടൈമിൽ സ്കാൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ മറുപടിയും കൊടുത്തു. സത്യത്തിൽ സമാധാനമായത് ദക്ഷയ്ക്കാണ്. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൾ ആകെ തകർന്നു പോകും. ഒന്നാമത് ഓണം വരുന്നു.
ലക്ഷ്മിയമ്മയും മുത്തശ്ശിയും ഒക്കെ ആകെ സന്തോഷത്തിലാണ്. തൻ്റെ വയ്യാഴിക അറിഞ്ഞാൽ അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് ദക്ഷ ഓർക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് അത്യാവശ്യം ചില മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ഡോക്ടർ അവരെ പറഞ്ഞയച്ചു. ഇടയ്ക്കൊക്കെ ലക്ഷ്മി ദക്ഷയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, വിവരങ്ങൾ അറിയുവാനായി. രുദ്രനോട് ചോദിച്ചപ്പോൾ അവൻ ഒന്ന് രണ്ട് വാക്കുകളിൽ ഒതുക്കിയതുകൊണ്ട് അവർ ദക്ഷയാണ് വിളിച്ചത്. സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ വിവരവും പിന്നീടത് 2 ആഴ്ചയ്ക്കുള്ളിൽ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞതുമൊക്കെ അവൾ അമ്മയോട് പറഞ്ഞു. മോള് പേടിക്കൊന്നും വേണ്ട, നിനക്ക് യാതൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കുക. അവൾ വെറുതെ ഒന്നും മൂളി. ദക്ഷയും രുദ്രനും പാർക്കിങ്ങിലെത്തിയപ്പോൾ രാജേട്ടൻ വണ്ടിയെടുത്തു. രാജേട്ടാ, ഞാനീ എൻ്റെ ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഈ കൈയുടെ കെട്ടറിക്കാഴായോ എന്ന്. അങ്ങനെയാണെങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാം. പറയുന്നതിനൊപ്പം ഫോണെടുത്ത് രുദ്രൻ ഡോക്ടറെ വിളിച്ചു. ഇന്നിപ്പോൾ ഡോക്ടർ അവധിയാണെന്നും നാളെ ഹോസ്പിറ്റലിലേക്ക് വന്നു നോക്കാനുമാണ് അവന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഓ, എങ്ങനെങ്കിലും ഇതൊന്ന് അഴിച്ചാൽ പാതി സമാധാനം. ഫോൺ കട്ട് ചെയ്ത ശേഷം രുദ്രൻ ആരോടെന്നല്ലാതെ പറഞ്ഞു. വണ്ടിയിൽ കയറിയപ്പോഴും ദക്ഷ ആകെ നിശബ്ദയായിരുന്നു. ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് രുദ്രൻ ആവുന്നത്ര പറഞ്ഞു. എങ്കിലും അവൾ സമ്മതിച്ചില്ല. ആകെ കൂടി ഒറ്റ ദിവസം കൊണ്ട് പെണ്ണ് പാതിയായി പോയതുപോലെ അവന് തോന്നി. രുദ്രൻ ഇടയ്ക്കൊക്കെ മിററിൽ കൂടി നോക്കുമ്പോൾ ദക്ഷ വല്ലാത്തൊരാലോചനയോടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. ഇരുവരും വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. തുളസിത്തറയിൽ നിലവിളക്ക് ചെറുതായി മിന്നി പ്രകാശിച്ചു നിൽക്കുന്നത് കണ്ട് ദക്ഷ വണ്ടിയിൽ നിന്നിറങ്ങി. ലക്ഷ്മിയമ്മ വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടതും ഉമ്മറത്തേക്ക് ഓടി വന്നു. മോളെ, എങ്ങനുണ്ട്? പിന്നെ തലചുറ്റലുണ്ടായോ? ഇല്ലമ്മേ, കുഴപ്പമൊന്നുമില്ല. അവളൊന്ന് പുഞ്ചിരി തൂകി. പത്മാവതി അമ്മയും വയ്യാത്ത കാലും കുത്തി പതിയെ പതിയെ നടന്നു വരുന്നു. ദക്ഷ ഓടിച്ചെന്നിട്ട് അവരെ തടഞ്ഞു. അമ്മമ്മേ, ഇതെങ്ങോട്ടായി നടന്നു വരുന്നത്? കാല് വേദനിക്കൂട്ടോ. എനിക്കിപ്പോൾ കുഴപ്പമില്ല. മോളുടെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ വിവരങ്ങളൊക്കെ അതുപോലെ അവൾ അവരോടും അറിയിച്ചു. ഈ വേദനയൊക്കെ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞങ്ങ് പോകും. ഇതൊക്കെ സാധാരണമാണ്, പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അവർ അവളുടെ നെറുകയിൽ ഒന്ന് തഴുകി. രാജേട്ടനോടെന്തോ ഉറക്കെ സംസാരിച്ച് രുദ്രൻ ഹോളിലേക്ക് കയറി വരുന്നുണ്ട്. അമ്മേ, രാജേട്ടനൊരു കോഫി. അവൻ പറഞ്ഞതും ലക്ഷ്മി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. ദക്ഷ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിലേക്കും. തിടുക്കപ്പെട്ടിങ്ങോട്ട് ഇറങ്ങി വരണ്ട, കുറച്ചു സമയം റെസ്റ്റ് എടുക്കുക. സ്റ്റെപ്പ് കയറി പോകുന്നവളെ നോക്കി പത്മാവതി വിളിച്ചു പറഞ്ഞു. റൂമിലെത്തിയ ശേഷവും ദക്ഷ ആകെ ഒരു മൂടപ്പെട്ട അവസ്ഥയിലാണ്. എന്താണ് കാരണമെന്നുള്ളത് അവൾക്ക് പറയാനും പറ്റുന്നില്ല. ഇടയ്ക്കൊക്കെ അടിവയറ്റിൽ ഒരു ഭാരം പോലെ തോന്നുന്നു. ചിലപ്പോൾ വേദനയും സഹിക്കാവുന്ന പോലെയുള്ളൂ. എങ്കിലും അരുതാത്ത മാരക രോഗങ്ങളൊന്നും തനിക്ക് പിടിപെടരുതെന്ന് അവൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. രുദ്രൻ മുറിയിലേക്ക് വന്നപ്പോൾ ജനാലയുടെ കമ്പിൽ പിടിച്ചുകൊണ്ട് ദക്ഷ പുറത്തേക്ക് കണ്ണുനട്ട് നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. ഡോറടിച്ച് ലോക്ക് ചെയ്തതും അവളുടെ അരിയിലേക്ക് അവൻ വന്നതുമൊന്നും ദക്ഷ അറിഞ്ഞില്ല. നീ എന്താലോചിച്ച് നിൽക്കുവാണ്? രുദ്രൻ്റെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത്രമേൽ അടുത്തായി അവൻ നിന്നതുകൊണ്ട് രുദ്രൻ്റെ നെഞ്ചിൽ തട്ടിയാണ് പെണ്ണൊന്ന് നിവർന്നത്. ഞാൻ വെറുതെ. നീ ഇതുവരെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ലല്ലേ? അവൻ ദേഷിച്ചു നോക്കിയതും മുഖം കുനിച്ചുകൊണ്ട് ദക്ഷ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. തുടരും.